എന്ന ഒരു തെരഞ്ഞെടുപ്പിലും എതിരാളികൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയാറില്ല. ഞാൻ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയാണ് എല്ലാ തെരഞ്ഞെടുപ്പിനെയും ഞാൻ നേരിട്ടിട്ടുള്ളത്. ആൻസല ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ 10 വർഷം, നീണ്ട 10 വർഷമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. സാധാരണ ആർക്കും കിട്ടൂല. 5 വർഷം കിട്ടും, പിന്നെ 5 വർഷം പ്രതിപക്ഷത്തായിരിക്കും. അപ്പോൾ ഭരണകക്ഷി എന്ന നിലയിൽ നീണ്ട 10 വർഷം ഒരേ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ അവസരം കിട്ടി. ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ 5 വർഷം ഭരണകക്ഷിയുടെ MLA ആയിരുന്ന, അവസാനം MLA ആയിരുന്ന കാട്ടാക്കട നിയോജകമണ്ഡലത്തിൽ 5 വർഷം കൊണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ ഒരു ചെറിയ താരതമ്യം നടത്താൻ നിങ്ങൾക്ക് അവസരമുണ്ടാവും. ഒന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ വളപ്പിശാല ശവർ സംസ്കരണ ഫാക്ടറി, അവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ഫാക്ടറിയാണ്. കോൺഗ്രസിൻ്റെ കാലത്ത് വന്നതല്ല. ഇടതുപക്ഷ MLA ഉണ്ടായിരുന്ന സമയത്ത്, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത്, ഇടതുപക്ഷ ഭരണം കോർപ്പറേഷൻ ഉണ്ടായിരുന്ന സമയത്താണ് ചവർ സംസ്കരണ ഫാക്ടറി സ്ഥാപിച്ചത്. ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു. ഞാൻ 2011 മത്സരിച്ചപ്പോൾ ഞാൻ ജനങ്ങളോട് പറഞ്ഞത്, ഇത്തവണ നിങ്ങൾ എന്നെ ഇവിടെ വിജയിപ്പിക്കുകയും UDF ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരികയും ചെയ്താൽ ഉറപ്പായും ഞാൻ ചവർ സംസ്കരണ ഫാക്ടറി അടച്ചു പൂട്ടിക്കും എന്ന് പറഞ്ഞു. അതുപോലെ ചവർ സംസ്കരണ ഫാക്ടറി അടച്ചു പൂട്ടിക്കാൻ കഴിഞ്ഞു. മറ്റൊരു കാര്യം ഞാൻ തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത്, UDF അധികാരത്തിൽ വന്നാൽ 60 വർഷമായി ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാട്ടാക്കട താലൂക്ക് അനുവദിക്കണമെന്നുള്ളത്. ഞാൻ വന്നതിന് ശേഷം എൻ്റെ കാര്യമായ സമ്മർദ്ദവും പ്രവർത്തനവും, സത്യം തുറന്നു പറഞ്ഞാൽ ഇന്നത്തെ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, അന്ന് MLA ആയി ആദ്യമായി നിയമസഭയിൽ വന്നത്, അദ്ദേഹവും ഞാനും കൂടി ചേർന്ന് താലൂക്ക് ആവശ്യമുള്ള MLA-മാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു ചെറിയ രൂപം ഉണ്ടാക്കി ഞങ്ങൾ ഗവൺമെൻറ്റിനെ സമീപിച്ചു. കാട്ടാക്കട താലൂക്കും അനുവദിപ്പിച്ചു. അപ്പോൾ പറഞ്ഞ മെയിൻ പോയിന്റ്, ചവർ സംസ്കരണ ഫാക്ടറി അടച്ചുപൂട്ടിച്ചു, പുതിയ താലൂക്ക് അനുവദിപ്പിച്ചു. ഇനി നിങ്ങൾക്ക് അവിടുത്തെ പാലങ്ങളുടെ കാര്യം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം. നിങ്ങൾ ആ നിയോജകമണ്ഡലത്തിലേക്ക് ആദ്യം കാണുന്ന കുണ്ടവൻ കടവ് പാലം ചെറിയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പാലമാണ് ഉണ്ടായിരുന്നത്. അത് പുതിയ പാലം നല്ല രീതിയിൽ അത് എനിക്ക് അനുവദിപ്പിക്കാനും പൂർത്തിയാക്കാനും കഴിഞ്ഞു.